നമ്മളോടൊപ്പം കേരള രാഷ്ട്രീയത്തിലെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും മുതിർന്ന മുഖങ്ങളിലൊന്ന് ശ്രീ വക്കം പുരുഷോത്തമൻ. നിയമസഭാ മെമ്പറായി, മന്ത്രിയായി, ഗവർണറായി ഇന്ത്യയുടെ വ്യത്യസ്ത ഭാഗങ്ങളിൽ സേവനമനുഷ്ഠിച്ച, ജീവിച്ചിരിക്കുന്നതിൽ തന്നെ ഏറ്റവും മുതിർന്ന രാഷ്ട്രീയ പ്രവർത്തകരിൽ ഒരാളായ ശ്രീ വക്കം പുരുഷോത്തമൻ, സ്വാഗതം. നമസ്കാരം. അങ്ങൊരു മുത്തശ്ശനും കൂടിയാണ്. ഒരു കൊച്ചുമകൻ മുത്തശ്ശനോട് ചോദിക്കുകയാണ്, ഈ എന്താ ദൈവം എന്ന് ചോദിച്ചാൽ അങ്ങ് എങ്ങനെയായിരിക്കും പറഞ്ഞു കൊടുക്കുക? ദൈവത്തിനെ ഉപദ്രവിക്കാത്ത ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് എനിക്ക് തന്നെ ദൈവത്തിൽ വലിയ ഒരു പ്രാന്തോ അതിൻ്റെ ദൈവത്തിൻ്റെ പുറകെ പോകുന്ന സ്വഭാവം എനിക്കില്ല. ദൈവമെന്ന ഒരു ശക്തി ഉണ്ടെന്നുള്ളതല്ലാതെ അതിനപ്പുറം ഒരു ദൈവത്തെ പറ്റി ഒരു അഭിപ്രായം എനിക്ക് പറയാനില്ല. ഇന്ന് പക്ഷെ കുറച്ച് കൂടി വരുന്നില്ല, അമിതമായ ഒരു ഭക്തിയും ഒരു അമിത ആചാരപ്രിയതയും ആൾദൈവങ്ങളും ഒക്കെ കൂടി വരുന്നു എന്നൊരു ആരോപണമുണ്ട്. അതിനെ അങ്ങ് ശരിയാണ്. അതും എനിക്ക് മനസ്സിലാകാത്തത്, വളരെ പുരോഗമനവാദികളായ രാഷ്ട്രീയക്കാർ പോലും ഈ അമ്പലങ്ങളിലും ശബരിമലയിലും ഒക്കെ ഇതിൻ്റെ പുറകെ നടക്കുന്നത് കാണുമ്പോൾ എത്ര ആലോചിച്ചിട്ട് എനിക്ക് അത് മനസ്സിലാവുന്നില്ല. അത് ഈ ഒരു പൊളിറ്റിക്കൽ വോട്ട് ബാങ്ക് കൺസിഡറേഷൻ ആണോ, അതോ അതിനൊരു ആത്മീയമായ തലം തന്നെയുണ്ടോ? പൊളിറ്റിക്കൽ അതൊന്നും അല്ല. കാരണം ഇപ്പൊ കെ ആന്റണി പോവാറില്ല. അദ്ദേഹത്തിന് പൊളിറ്റിക്കലായിട്ട് ഒരു കുഴപ്പമില്ലല്ലോ. മനുഷ്യരെത്താവുന്നതിന്റെ ഏറ്റവും ഉയർത്ത അദ്ദേഹം എത്തി. അദ്ദേഹം അമ്പലത്തിൽ പോകാറില്ല, പള്ളിയിൽ പോകാറില്ല, എങ്ങും പോകാറില്ല. അതൊരു നിരീശ്വരവാദിയിലെ ഒരു അങ്ങനെ ഒരു ലൈനാണ്. പക്ഷെ ഇപ്പോഴത്തെ ആൾക്കാരെല്ലാം മത്സരിച്ച് അമ്പലത്തിലും പള്ളിയിലും പോകുന്നതായിട്ടാണ്. അത് എനിക്ക് പൊളിറ്റിക്സുമായിട്ട് അതിന് ബന്ധമുണ്ടെന്ന് എനിക്ക് വിശ്വാസമില്ല. അങ്ങനെ ചെറുപ്പകാലത്ത് ഒരു അമ്പലം നശിച്ചാൽ അത്രയും അന്ധവിശ്വാസം നശിച്ചു എന്ന് പറയുന്നിരുന്ന ആൾക്കാരുടെ പിന്തലമുറക്കാർ അമ്പലത്തിൽ ക്യൂ നിന്ന് കയറുന്ന ഒരു കാഴ്ച നമ്മൾ കാണുകയാണ്. അതിൽ തന്നെ ഇത് പറഞ്ഞ ആളിന്റെ അഭാവം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഒരു നിരീശ്വരവാദിയായിരുന്നു, സി വി കുഞ്ഞിരാമൻ. അപ്പൊ ഒരു ദിവസം അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്ത് വന്നപ്പോ സി വി കുഞ്ഞിരാമൻ ഇങ്ങനെ കറങ്ങി തൊഴിയുന്നു. കാലത്ത് എഴുന്നേറ്റ് സൂര്യൻ നോക്കി കറങ്ങി നിന്ന് തൊഴിയുന്നു. അപ്പൊ ഇദ്ദേഹം ഫ്രണ്ടാണ്. അപ്പൊ അദ്ദേഹം എനിക്കത് ചോദിച്ചു, ആശാനെ ഇതെന്തൊരു വേല ആശാനെ? അപ്പൊ സി വി കുഞ്ഞിരാമൻ പറഞ്ഞു, അങ്ങനെയും വല്ലതും കിട്ടുന്നെങ്കിൽ കിട്ടിക്കോട്ടെ, അഥവാ ദൈവം ഉണ്ടെങ്കിൽ വല്ലതും കിട്ടുന്നേ കിട്ടിക്കോട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയും കുറെ ആളുകളുണ്ട്. അല്ല, പക്ഷെ സാർ, ഇതിന്റെ ഒരു ബൗദ്ധികമായ തലമെടുത്താൽ ശരിക്കും നമ്മൾ പലപ്പോഴും ഈ ഇന്ന് ഏറ്റവും പോപ്പുലറായി പറയപ്പെടുന്നതാണ് അങ്ങ് പറയുന്നത്, ഒരു ശക്തി കാണാൻ ചാൻസ് ഉണ്ട്, പക്ഷെ ആ ശക്തിയെ അമിതമായി നമ്മൾ ആശ്രയിക്കേണ്ട. ഇത്തരം ഒരു ബൗദ്ധികമായ സമസ്യയായി ശരിക്കും ഒരു ദൈവമോ അതീന്ദ്രിയ ജ്ഞാനമോ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് അങ്ങയുടെ വളരെ സമ്പുഷ്ടമായ എക്സ്പീരിയൻസ് ആണ്. അങ്ങനെയുള്ള വ്യക്തികൾ അങ്ങേക്ക് വിശ്വാസയോഗ്യമായ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ദൈവം എന്നൊരു സങ്കല്പമുണ്ട്, അതിൽ ഞാൻ വിശ്വസിക്കുന്നു. അപ്പോ ആ ഒരു വിശ്വാസം നല്ലതുമാണ്. കാരണം ഈ ദുഷ്കർമ്മങ്ങൾ ചെയ്യാൻ നേരത്ത് ദൈവത്തെയെങ്കിലും ഭയക്കുന്നത് നല്ലതാണ്. ഒരു പേടിയിരിക്കും, ഒരു പേടി നല്ലതാണ്. അതെ. അപ്പൊ അതങ്ങനെ ഒരു എനിക്കും അതാ ഉള്ളത്. ദൈവം എന്നൊരു ഫോഴ്സ് ഉണ്ട്. ഇത് നമ്മുടെ ഈ ന്യൂനപക്ഷ സമുദായങ്ങളെ നോക്കിയാൽ, ഇപ്പം ക്രിസ്ത്യൻ സമൂഹമൊക്കെ നോക്കിയാൽ നല്ലൊരു പഠനം അവർ കൊടുക്കുന്നുണ്ട്, ഒരു ആത്മീയമായ പഠനം, ബൈബിൾ പഠനമാവട്ടെ, അതിൻ്റെ ഒരു ബേസിലുള്ള കാര്യങ്ങൾ. അത്തരം കാര്യങ്ങൾ ഭൂരിപക്ഷ സമുദായത്തിനടക്കം ഇല്ല. അങ്ങനെ ഒരു കാഴ്ചപ്പാട് പലപ്പോഴും ഇന്ന് ഒരുപാട് പേരത് പറയുന്നുണ്ട്. കാര്യം അതുകൊണ്ട് തന്നെ അവർക്കൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവുന്നു കാര്യങ്ങളെക്കുറിച്ച്. കുറച്ചുകൂടെ ബെറ്റർ ബിഹേവ്ഡ് ആണ്, ഡിവോഴ്സുകൾ കുറവാണ്, ആത്മഹത്യകൾ കുറവാണ്. ആ രീതിയിലുള്ള ഒരു ആത്മീയ പഠനത്തിൻ്റെ കുറവ് പൊതുവിൽ കേരളത്തിലും വിശിഷ്യ ഈ ഭൂരിപക്ഷ സമുദായത്തിലും ഉണ്ട് എന്ന്. അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോ ക്രിസ്ത്യാനികളെ എടുക്കുക, അവര് യേശുവിനെ പോലും ദൈവം എന്ന് പറയുന്നില്ല. മുസ്ലിങ്ങള് നബിയെ ദൈവം എന്ന് പറയുന്നില്ല. അപ്പൊ നമ്മുടെ ഈ ഹിന്ദുക്കൾ മാത്രമാണ് 1001 ദൈവങ്ങളുമായിട്ട് ഞാൻ നടക്കുന്നത്. ഇന്നിപ്പം ചില ആൾക്കാർ ഇപ്പോൾ രാഷ്ട്രീയപരമായി തന്നെ ഇതിലേക്ക് ചോദിച്ചാൽ, ഇന്ന് BJP അടക്കമുള്ള ഒരു റൈറ്റ് ഓഫ് സെന്റർ എന്ന് വിളിക്കുന്ന വലത് ഹിന്ദു ശക്തികളുടെ വളർച്ച അവർ ഉയർത്തി കാണിക്കുന്ന ഒരു കാര്യം, യോഗയ്ക്ക് ഇന്ന് അന്താരാഷ്ട്രമായ ഒരു അംഗീകാരം കിട്ടുന്നു. ആയുർവേദത്തിന്, ഭാരതീയ സംസ്കാരം എന്ന് അവർ വിളിക്കുന്ന ഒരു വിശാല ഹിന്ദു എന്ന് അവർ പറയാതെ പറയുന്ന ഒരു പരിപ്രേക്ഷ്യത്തിൽ നിന്ന് സ്വീകാര്യത കിട്ടുന്നു. അത്തരം കാഴ്ചപ്പാടുകളെ ഒരു രാഷ്ട്രീയ സാമൂഹിക വ്യക്തി എന്ന നിലയിൽ അങ്ങ് എങ്ങനെ കാണുന്നു? അല്ല, ഇതിലിപ്പോ തന്നെ ഈ പഴയ സിസ്റ്റം ഓഫ് മെഡിസിൻ അത് ഞാൻ അംഗീകരിക്കുന്നതാണ്. ഇപ്പൊ ഉദാഹരണമായിട്ട് ആയുർവേദം വളരെ എഫക്റ്റീവ് ആണെന്ന് വിശ്വസിക്കുന്നതാണ്. നോട്ട് ഇൻ ഓൾ കേസസ്. ചില കേസസിൽ അലോപ്പതിക്കൊന്നും ചെയ്യാൻ കഴിയാത്തത് ആയുർവേദത്തിൽ കൂടെ ശരിയാക്കാൻ കഴിയും.
ഇപ്പൊ ഈ യോഗ പോലുള്ള കാര്യങ്ങളെ യോഗ നല്ലതാ. യോഗ ഇതിനെ ദൈവമായിട്ട് ബന്ധപ്പെടുത്തിയിരിക്കുന്നുള്ളതുകൊണ്ട് യഥാർത്ഥത്തിലും യോഗ പരിപാടിയിലൊന്നും ദൈവമില്ല. അല്ല, അതിന് ആ ചോദ്യത്തിൻ്റെ ഒരു രാഷ്ട്രീയ സിഗ്നിഫിക്കൻസ് ശരിക്കും ഗാന്ധിജി അടക്കമുള്ളവർ വെക്കേറ്റ് ചെയ്ത ഒരു ഹിന്ദു ലെഫ്റ്റിന്റെ സ്പേസിലേക്കാണ് ഈ ഹിന്ദു റൈറ്റിന്റെ വളർച്ച എന്ന് ഒരുപാട് കോളമിസ്റ്റുകളൊക്കെ എഴുതാറ്. വിശേഷിച്ച് അങ്ങ് കോൺഗ്രസ് പാർട്ടിയുടെ ഒരു വ്യക്തി ആയതുകൊണ്ടും കോൺഗ്രസ് പണ്ട് പ്രതിനിധാനം ചെയ്തിരുന്ന ആ ഒരു സ്പേസ് അവർ വെക്കേറ്റ് ചെയ്യുകയും ആ സ്പേസിലേക്ക് ഇവര് വളർന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന്. ഗാന്ധി ദൈവവിശ്വാസിയായിരുന്നു, നെഹ്റു ദൈവവിശ്വാസി അല്ലായിരുന്നു. അതെ, പക്ഷെ ഗാന്ധി ശിഷ്യനായിട്ട് നെഹ്റു കഴിഞ്ഞില്ലേ അവസാനം വരെ. അപ്പൊ അത് ആ ബന്ധവും ദൈവവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അല്ല, ദൈവിക കാഴ്ചപ്പാടിനെ കുറിച്ചാണ് പലപ്പോഴും ചില ആൾക്കാർ പറയുന്നത് നമുക്ക് നെഹ്റുവിയൻ സെക്യുലറിസം അല്ല, ഈ ഗാന്ധിയൻ സെക്യുലറിസം ആണ് വേണ്ടത്. കാരണം നെഹ്റുവിയൻ സെക്യുലറിസം ദൈവ നിഷേധവും ഗാന്ധിയൻ സെക്യുലറിസം സർവ്വമത സാഹോദര്യവുമാണ് എന്നുള്ളതുണ്ട്. അപ്പൊ ഒരു പൊളിറ്റിക്കൽ ഫിഗർ എന്ന രീതിയിൽ കൂടെ അങ്ങ് എങ്ങനെ അതിന് മറുപടി പറയും? എനിക്ക് തീരെ മനസ്സിലാക്കാൻ കഴിയാത്തത് ഏറ്റവും കൂടുതൽ അമ്പലങ്ങളിൽ ഇപ്പൊ പോകുന്ന രാഷ്ട്രീയക്കാരാണ്. ഞാൻ രാഷ്ട്രീയക്കാരാണ്. അതെനിക്ക് മനസ്സിലാകുന്നില്ല. അവര് കുറച്ചുകൂടിയൊക്കെ വിശാലമായി ചിന്തിക്കേണ്ടവരല്ലേ. അങ്ങനെ ചിന്തിക്കാൻ ബാധ്യസ്ഥതയുള്ള ആളുകള് എന്തിനാണോ ഈ എല്ലാ വർഷവും ശബരിമലയിൽ പോകുന്നത്, അമ്പലത്തിൽ പോകുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അല്ല, അങ്ങ് അത് കാണുന്നത് ഇപ്പൊ ഒരു കൺസോൾട്ടേഷന്റെ ഭാഗമായിട്ട് അവർ പോകുന്നതാണോ അതോ അവർ ജെനുവിൻലി വിശ്വസിച്ച് പോകുന്നതാണോ? വിശ്വസിച്ചായിരിക്കും പോകുന്നത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. വിശ്വാസമില്ല എന്ന് കരുതി ഇപ്പൊ ജനം വെറുക്കുന്നില്ല ഒരു നേതാവിനെ. തിരിഞ്ഞു നോക്കുമ്പോൾ അങ്ങനെ ജീവിതത്തെ തിരിച്ചുവിട്ട ഓരോ സന്ധികൾ കാണണം നമ്മുടെ ജീവിതത്തിൽ. ചെറിയ ചെറിയ സ്റ്റെപ്പുകൾ വലിയ വലിയ മാറ്റങ്ങളായി അങ്ങ് ഇത്രയും വലിയൊരു രാഷ്ട്രീയ ഐക്കണായി മാറുന്നു. ഇതിനെല്ലാം ഒരു തുടക്കമോ അല്ലെങ്കിൽ അങ്ങയുടെ ജീവിതത്തിൽ ഗതി തിരിച്ചുവിട്ട, വഴി തിരിച്ചുവിട്ട, സാധാരണ ആൾക്കാർ ദൈവം വഴി തിരിച്ചു വിട്ടു എന്ന് പറയാറുള്ള അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം? ഞാനൊരു അഭിഭാഷകനായിരുന്നു. നല്ലതുപോലെ കേസുള്ള, അത് നല്ലതുപോലെ ഫീസും വാങ്ങിക്കൊണ്ടിരുന്ന, വളരെ ജൂനിയേഴ്സും ഉണ്ടായിരുന്ന ഒരു വക്കീലായിരുന്നു. ഇപ്പോഴത്തെ ഹൈക്കോടതി റിട്ടയർ ചെയ്ത രാജേന്ദ്ര ബാബുവിനെ അറിയാമല്ലോ. രാജേന്ദ്ര ബാബു ഒക്കെ എൻ്റെ ജൂനിയർ ആയിരുന്നു. അപ്പോൾ അങ്ങനെ ആയിരുന്ന ഒരാളാണ്. അപ്പോൾ രാഷ്ട്രീയമായി എനിക്ക് ഒരു ബന്ധവുമില്ല. അപ്പോഴാണ് ആർ ശങ്കർ ആറ്റങ്ങൽ എന്നെ അസംബ്ലിയിൽ മത്സരിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. അപ്പം ഞാൻ ഔട്ട്റൈറ്റ് ഞാൻ റിജക്റ്റ് ചെയ്തു. ഞാൻ ഇതിനില്ല. പല സോഴ്സിൽ കൂടി അതിൻ്റെ പ്രഷറൈസ് ചെയ്യാനും ഞാനൊന്ന് നോക്കില്ല. ഒടുവിൽ അച്ഛന് പിടിച്ചു. അപ്പോൾ അച്ഛൻ ആർ ശങ്കറിൻ്റെ ആരാധകനാണ്. അത് അഫ്കോഴ്സ് ഈഴവ സമുദായത്തിലൊരു നല്ല വിഭാഗം ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ആരാധകൻ. അപ്പോൾ അച്ഛൻ വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞാൽ അദ്ദേഹമൊക്കെ പറഞ്ഞാലും നിനക്കൊന്ന് മത്സരിച്ചൂടെ. അപ്പം ഞാൻ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു, സാധാരണ മക്കൾ വക്കീലായാൽ അച്ഛന്മാരാണ് ഒരു കാലം വരെ അവരെ ഫീഡ് ചെയ്യുന്നത്, എങ്കിലേ അവനൊരു നല്ല വക്കീലാവുള്ളൂ. എൻ്റെ കാര്യത്തിൽ അച്ഛൻ അത് ചെയ്യേണ്ടി വന്നില്ല. ഞാൻ സന്നദ്ധെടുത്ത അന്ന് തൊട്ട് ഞാനൊരു വരുമാനമുള്ള ഒരു വക്കീലായിരുന്നു. കാരണം ഒരുപാട് ബന്ധങ്ങളുണ്ടായിരുന്നു. ഇവിടുത്തെ പണക്കാരൻ, ട്രാൻസ്പോർട്ട്, അവരെല്ലാം എൻ്റെ കക്ഷികളായിരുന്നു. അപ്പോൾ അവരുടെ കേസുകൾ, അങ്ങനെ എനിക്ക് ഒരുപാട് കേസുകളുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കളഞ്ഞിട്ട് ഞാൻ ഇതിന് വരണമെന്നാണ് ആഗ്രഹം. അപ്പം അച്ഛൻ പറഞ്ഞു, അത് വേണ്ട, അദ്ദേഹം പറഞ്ഞല്ലേ നീ ഒന്ന് മത്സരിക്കുക, അത് കഴിഞ്ഞ് നീ അങ്ങ് വക്കീൽ ഓഫീസിൽ പൊക്കോ. അങ്ങനെയാണ് ഞാൻ കയറുന്നത്. പക്ഷെ ആ കാലഘട്ടത്തിൽ ഇന്നത്തെ രാഷ്ട്രീയമല്ലായിരുന്നു. പ്രവർത്തകന് സ്നേഹം ഉണ്ടായിരുന്നു, പാർട്ടിയോട് കൂറുണ്ടായിരുന്നു. ഇന്ന് രാഷ്ട്രീയത്തിൽ ബഹുഭൂരിപക്ഷം ആളുകളും കള്ളന്മാരാണ്. ഇത് ഒരു പ്രൊഫഷനായിട്ട് സ്വീകരിക്കുന്നവരാണ്. ഇപ്പോൾ രാഷ്ട്രീയ അങ്ങനെയുള്ളതിനായിട്ട് എനിക്ക് വരാൻ തീരെ ആഗ്രഹമില്ല. അച്ഛൻ പറഞ്ഞത് കൊണ്ട് മാത്രം ഞാൻ നിന്നു. പക്ഷെ ആ കാലഘട്ടം അങ്ങനെയല്ലായിരുന്നു. അതുകൊണ്ട് അന്നത്തെ ഞാൻ ഈ മത്സരിക്കാൻ ചെന്നപ്പോഴുള്ള പ്രവർത്തകരുടെ സ്നേഹവും പിന്തുണയും അതെല്ലാം കണ്ടപ്പോൾ ഞാൻ അതിലങ്ങ് വീണുപോയി. എനിക്ക് തിരിച്ച് ഓഫീസിൽ പോകാൻ കഴിഞ്ഞില്ല. അങ്ങനെയാണ് ഞാൻ ഫുൾ ടൈം രാഷ്ട്രീയം. പക്ഷേ പാർട്ടി ഒരു കാര്യം ചെയ്തു, 4 മെമ്പർ പോലും അല്ലാതിരുന്ന എന്നെ സ്ഥാനാർത്ഥിയാക്കിയെങ്കിലും ആ വർഷം തന്നെ എന്നെ KPCC മെമ്പറായി DCC പ്രസിഡന്റുമാക്കി.
പാർട്ടി ചട്ടങ്ങൾ അനുസരിച്ചിട്ട് ഒരു മെമ്പർഷിപ്പ് വേണമെന്നുണ്ടെങ്കിൽ, ഒരു ആക്റ്റീവ് മെമ്പർ ആകണമെന്നുണ്ടെങ്കിൽ അതിനു മുമ്പ് 4 മെമ്പർ ആയിരിക്കണം. അന്ന് 4 സാധാരണ മെമ്പർഷിപ്പ്. അതൊക്കെ ഉണ്ട്. എൻ്റെ കാര്യത്തിൽ അതൊന്നും വേണ്ടി വന്നില്ല. പാർട്ടി നേതൃത്വവും എന്നെ എല്ലാമാക്കി. ആ വർഷം തന്നെ ഞാനിതെല്ലാമായി. ആ വർഷം തന്നെ DC പ്രസിഡന്റ് ആയിരുന്നപ്പോൾ പിന്നെ എനിക്ക് വക്കീൽ ഓഫീസിൽ പോകാൻ കഴിയുന്നില്ല. ഞാൻ ഫുൾ ടൈം പാർട്ടി പ്രവർത്തനം ചെയ്തു, വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്തു. അങ്ങനെ വളരെയധികം ആളുകളൊന്നും അങ്ങനെ ചെയ്തിട്ടുള്ളതായിട്ട് എനിക്കറിവില്ല. അങ്ങനെയാണ് ഞാൻ ഫുൾ ടൈം. പക്ഷേ ഞാനൊരു ലൂസറല്ല. 2 കൊല്ലം കഴിഞ്ഞപ്പോൾ ഞാൻ മന്ത്രിയായി. തീർച്ചയായും അങ്ങിപ്പം നോർത്ത് ഈസ്റ്റിലടക്കം നമ്മുടെ ആൻഡമാനിലടക്കം ഇന്ത്യയുടെ ഒരുപാട് ഭാഗങ്ങൾ സഞ്ചരിച്ചുള്ളൂ. അപ്പം പുതിയതായിട്ട് ഒരുപാട് പേര് സാമൂഹ്യ പ്രവർത്തനത്തിലേക്കും രാഷ്ട്രീയത്തിലേക്കും വരുന്നുണ്ട്. അവർക്ക് അങ്ങ് ഇത്രയും കാലം കൊണ്ട് ആർജിച്ച എന്ത് പാഠമായിരിക്കും, എന്തൊക്കെ കാര്യങ്ങളാണ് അവർ ശ്രദ്ധിക്കേണ്ടതെന്നായിരിക്കും അങ്ങ് പറയാം? പാഠം എന്ന് വെച്ചാൽ ആത്മാർത്ഥമായിട്ട് പൊതുസേവനം നടത്തുകയാണെങ്കിൽ അവനെ ജനം സ്നേഹിക്കും. സത്യസന്ധമായി പൊതുപ്രവർത്തനം നടത്തുകയാണെങ്കിൽ അവനെ ജനം സ്നേഹിക്കും. യാതൊരു സംശയവുമില്ല. പക്ഷെ ഇന്നത് കുറയുന്നുണ്ടല്ലേ? ഇന്നത് ഒരു സ്വാർത്ഥത, അല്ലെങ്കിൽ ഒരു സ്വാർത്ഥത, ധാരാളം സ്വാർത്ഥതയുണ്ട് ഇപ്പൊ. അതാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത്. ഒരു പ്രൊഫഷനായി സ്വീകരിച്ച് രാഷ്ട്രീയത്തിൽ വരുന്നവരുണ്ട്. അപ്പോ അവരുടെ നോട്ടം എപ്പോഴും ഇത് ഒരു പ്രൊഫഷനാണെന്നുള്ളതാണ്. പ്രൊഫഷൻ എന്താണ്? ആ പ്രൊഫഷനിൽ പോകുന്നതിനാണ്, ആദായത്തിന് വേണ്ടിയാണ്. അങ്ങനെ ഒരുപാട് കുഴപ്പമുണ്ട്. നോട്ട് ഓൾ, ബട്ട് ആർ ശങ്കറിനെ മെൻഷൻ ചെയ്യുന്നുണ്ട്. ആ കാലഘട്ടത്തിലേക്ക് ഒരു ചോദ്യം. ആ കാലഘട്ടത്തിലാണ് മന്നത്ത് പത്മനാഭനും ആർ ശങ്കറും ഒക്കെ ഒരു ഹിന്ദു മഹാമണ്ഡലം അടക്കമുള്ള ആശയങ്ങൾ, ഒരു നായരീഴ ഐക്യവും വിശാല ഭൂരിപക്ഷ ഐക്യവും ഒക്കെ, അത്തരം ആശയങ്ങളോട് ഇന്നൊരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിൽ അങ്ങ് തിരിഞ്ഞു നോക്കുമ്പോൾ അത്തരം പരീക്ഷണങ്ങളോടും അത്തരം ഉദ്യമങ്ങളോടും എങ്ങനെയാണ്? ഞാൻ പോയിട്ടില്ല. അവരുടെ ആ നീക്കം അന്ന് വലിയൊരു പൊളിറ്റിക്കൽ ഇമ്പാക്ട് ഉണ്ടാക്കും എന്നുള്ളൊരു സങ്കല്പത്തിലായിരുന്നു. അതൊന്നും എന്നെ ആകർഷിച്ചിട്ടില്ല. അത്തരം സാധ്യതകൾ കാര്യം ഇന്നും പലരും ചർച്ച ചെയ്യുന്നുണ്ട്. ഒരു പൊളിറ്റിക്കൽ ഇതിൽ അത്തരം കാര്യങ്ങൾ അത് വിജയിക്കണമെന്നാണോ, വിജയിക്കാൻ സാധ്യതയുണ്ടോ, അതോ അതൊരു വർഗീയ ചായ്വിലേക്ക് പോകാൻ? ഒരു സമുദായ സേവനത്തിന് പോകുന്നവർ സമുദായ സേവനം ചെയ്യുന്നതായിരിക്കും സമുദായത്തിന് നല്ലത്. രാഷ്ട്രീയത്തിൽ വരണം എന്നുള്ളവർ സമുദായമായിട്ട് നടത്താൻ പറ്റത്തില്ല. കർഷകരുടെ പോലെ സമുദായം ഉള്ള സ്ഥാനങ്ങളെല്ലാം കളഞ്ഞിട്ട് ഇതിൽ വന്നപ്പോൾ അദ്ദേഹം പാർട്ടിയോടും നീതി നടത്തി. അസാധാരണ കഴിവുള്ള ഒരാളായിരുന്നു ആർ ശങ്കർ. KPCC പ്രസിഡന്റായിട്ട് ഇരുന്ന ചുരുങ്ങിയ കാലയളവിൽ ഇവിടെ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ള ആളാണ്. ശ്രീനാരായണ ഗുരുദേവൻ ദൈവമാണെന്ന് ഉള്ളൊരു വാദഗതി ഉയർന്നു വരുന്നു. ശ്രീനാരായണ ഗുരുദേവന്റെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്യണം തുടങ്ങിയ കാര്യങ്ങൾ വരെ നമ്മൾ കേൾക്കുന്നു. അപ്പൊ ഗുരുവിനെ ദൈവവൽക്കരിക്കാനും അല്ലെങ്കിൽ ഗുരുവിനെ ബിംബവൽക്കരിക്കാനുള്ള ഒരു നീക്കമായി അങ്ങ് ഒരിക്കൽ എൻ്റെ ധാരണ ശരിയാണെങ്കിൽ ഒരിക്കൽ ശ്രീനാരായണ ഗുരുവിനെ കാവ്യ ഉടുപ്പിക്കരുത് എന്ന് ഒരു കാഴ്ചപ്പാട് മുമ്പോട്ട് വെക്കുകയുണ്ടായി. അത്തരം കാര്യങ്ങൾ ശ്രീനാരായണ ഗുരു ദൈവമല്ല, പക്ഷേ അദ്ദേഹത്തിൻ്റെ സേവനങ്ങൾ ജാതിക്കും മതത്തിനും എല്ലാം അതീതമായി പാവപ്പെട്ടവർ പ്രത്യേകിച്ച് ജാതിയെ എതിരായിട്ട് അദ്ദേഹം പ്രസംഗിക്കുക മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ പ്രധാന ശിഷ്യന്മാരായി വളരെ താഴ്ന്ന ജാതിയിലുള്ള ആളുകളെ തിരഞ്ഞെടുക്കുകയും അവരോടൊപ്പം അദ്ദേഹം ഇരുന്ന് ഭക്ഷണം കഴിക്കുകയും ഒക്കെ ചെയ്തത് മാതൃക കാട്ടി. അന്ന് അതൊക്കെ വലിയ 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 വിപ്ലവമാണ്. ഈ ഒന്ന് നമ്മൾ ആലോചിച്ച് നോക്കിയാൽ അവനവൻ ആത്മസുഖത്തിന് ആചരിപ്പത് അവരൻ്റെ സുഖത്തിനായി വരണം. ഇതിനേക്കാൾ വലിയ വിപ്ലവം എന്തുമാണ്? ഞാൻ വളരെ പ്രസംഗിച്ചിട്ടുള്ളതാണ്. ഒരു കമ്മ്യൂണിസമോ ഒരു രാഷ്ട്രീയമോ ഒന്നും ഇത്രയും ഈ വിപ്ലവകരമായ ഐഡിയ ഉണ്ടാവില്ല. അപ്പോൾ അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് ഒന്നും അല്ലായിരുന്നെങ്കിലും വളരെ വിപ്ലവകരമായ ചിന്തയുണ്ടായിരുന്ന ഒരു വലിയ മനുഷ്യനാണ്. അപ്പം ഈ അയ്യപ്പനെ പോലെയുള്ള ആളുകളെല്ലാം അന്ന് ഇതിന്റെ പിറകെ പോയതെല്ലാം അയ്യപ്പൻ നിരീശ്വരവാദിയായിരുന്നു. പക്ഷേ ശ്രീനാരായണ ഗുരുവിന്റെ രണ്ടുപേരും വിശാലാർത്ഥത്തിൽ പല കാഴ്ചപ്പാടുകളും പങ്കുവച്ചു. പക്ഷെ ഗുരുവിനെ ഒക്കെ സ്വാംശീകരിക്കുന്നത് അതെ മഹാത്മാഗാന്ധി തന്നെ അവിടെ വന്നപ്പോൾ ഈ ഇതിന്റെ ജാതിക്കും മതം ഒരു ജാതി ഒരു മതം എല്ലാം എന്ന് പറഞ്ഞപ്പോൾ മഹാത്മാഗാന്ധി ചോദിച്ചു, അതെങ്ങനെയാണ്? നമ്മൾ ഒരു മരത്തിന്റെ പൊട്ടിലാടിയിരുന്നത്, ഈ ഇരിക്കുന്ന ഇല എടുത്ത് നോക്ക്, രണ്ടില ഒന്നുപോലെ ഇരിക്കുന്നില്ല, എല്ലാ ഇലയും ഇത്രയും ധാരാളം ഇലയുണ്ടെങ്കിലും വ്യത്യസ്തമാണ്. അപ്പോൾ
ശ്രീനാരായണ ഗുരു പറഞ്ഞു, പക്ഷെ നിങ്ങൾ അതിന്റെ ചാറെടുത്ത് നോക്കൂ, എല്ലാം ഒന്നായിരിക്കും. ഇപ്പോഴും യേശുദാസ് അടക്കമുള്ളവർക്ക് ഗുരുവായൂർ പ്രവേശനത്തിൽ പ്രശ്നമുണ്ട്. മുഖ്യധാരാ ക്ഷേത്രങ്ങളിൽ പിന്നോക്ക വിഭാഗങ്ങളിൽ നിന്നുള്ള പൂജാരിമാർ പലപ്പോഴും വരുന്നതിന് പ്രകടമല്ലെങ്കിലും പല തട്ടുകളിലായിട്ട് എതിർപ്പുണ്ട്. ഇത്തരം കാര്യങ്ങൾ നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നതിൽ ഒരു കേരളീയ സമൂഹം പരാജയപ്പെട്ടില്ലേ? അതിലുള്ള ഒരു പ്രശ്നം, ഈ പിന്നോക്ക സമുദായങ്ങൾക്ക് ഇപ്പോഴും മറ്റുള്ളവരോടൊപ്പം എത്താൻ കഴിഞ്ഞോ എന്നുള്ളത് ഇന്നും ഒരു കോൺട്രവേഴ്സിയാണ്. അപ്പോൾ സമുദായം പറഞ്ഞാൽ മാത്രമേ അവരെ ഉച്ചരിക്കാൻ കഴിയുള്ളൂ എന്നൊരു ചിന്താഗതിയുണ്ട് പിന്നോക്ക വിഭാഗങ്ങളെ. അത് ഈഴവ സമുദായത്തിന് മാത്രമല്ല ഉദ്ദേശിക്കുന്നത്. അത് ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ പ്രധാന ശിഷ്യന്മാർ പലരും പുലയ സമുദായത്തിലുള്ളതായിരുന്നു. കൂടെയിരുത്തി ഉണ്ണുമായിരുന്നു, മാതൃകയായിട്ട് കൂടെയിരുത്തി ഉണ്ണുമായിരുന്നു. അത് അന്ന് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരായ ഈഴവർക്ക് പോലും പലർക്കും സഹിച്ചില്ല. അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ ആ രീതിയിലുള്ള മാതൃക സ്വയം പ്രവർത്തനത്തിലൂടെ കാണിച്ചു. അതാണ് അദ്ദേഹത്തിന്റെ മഹത്വം. അതാണ് എല്ലാവരും അദ്ദേഹത്തിനെ ആരാധിക്കുന്നത്. എന്നെ പോലെയുള്ളവർ അദ്ദേഹത്തിനെ. പിന്നീട് നമ്മൾ കേരളത്തിന്റെ പൊതുസമൂഹം എന്ന് വിളിക്കുന്ന ഒരു പൊതുബോധം അത് മുമ്പോട്ട് കൊണ്ടുപോകും. ഇപ്പോൾ ഉദാഹരണം ഈ അടുത്തിടയ്ക്ക് വി എസ് അച്യുതാനന്ദനും വി എം സുധീരൻ സാറും ഒക്കെ യേശുദാസിന്റെ ഗുരുവായൂർ പ്രവേശനത്തെ കുറിച്ച് പറയുകയുണ്ടായി. അപ്പോൾ പലപ്പോഴും യേശുദാസാണ് നമുക്ക് എല്ലാ മതങ്ങൾക്കും സ്വീകാര്യനായ ഒരു വ്യക്തിയാണ്. ഗുരുവായൂരപ്പനെ പാടി ഉണർത്തുന്നത്, അയ്യപ്പനെ പാടി ഉറക്കുന്ന വ്യക്തിയാണ്. പലപ്പോഴും കുറച്ചുകൂടെ കൃത്യമായി ചോദിച്ചാൽ കോൺഗ്രസ് രാഷ്ട്രീയ നേതൃത്വം, കാര്യം CPM-കാർ പണ്ടേ ഇതിനെതിരാണെന്നുള്ളൊരു ഇതുണ്ട്. കോൺഗ്രസ് രാഷ്ട്രീയ നേതൃത്വം ആ റിഫോം എന്നുള്ളൊരു സ്പിരിറ്റ് ഈ മുമ്പോട്ട് കൊണ്ടുപോകുന്നതിൽ വേണ്ടത്ര ശ്രദ്ധ കാണിച്ചില്ല എന്ന് പറഞ്ഞാൽ അങ്ങ് യോജിക്കുന്നു? അല്ല, അതില് കുറെ ആളുകളുണ്ട്, പക്ഷെ അത് എല്ലാവർക്കും അത് മുന്നോട്ട് എത്തിക്കാൻ കഴിയുന്നില്ല. അല്ല, അത്തരം കാര്യങ്ങളെ കുറിച്ച് ഇപ്പം യേശുദാസിന്റെ ഗുരുവായൂർ പ്രവേശനം പോലുള്ള വിഷയങ്ങളെ കുറിച്ച് അങ്ങയുടെ അല്ല, അത് അദ്ദേഹം വലിയ മാതൃക കാണിച്ചല്ലേ ഗുരുവായൂർ സന്ദർശനം. അത് യേശുദാസ് അതുപോലെ പലതും ചെയ്തിട്ടുണ്ട്, അത് പലതും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് വളരെ നല്ല ഒരു ഇതാണ്. ഇത്തരം കാര്യങ്ങൾ എന്തെങ്കിലും നമ്മുടെ കുട്ടികൾക്ക് ഒരു ശാസ്ത്രീയമായിട്ട്, നമ്മുടെ ഈ ആത്മീയത എന്ന് വിളിക്കാമെങ്കിൽ അത്, അല്ലെങ്കിൽ ഒരു മനഃശാസ്ത്രമോ എന്തെങ്കിലും ഈ രീതിയിലുള്ള ലൈഫ് വാല്യൂ എഡ്യൂക്കേഷൻ തുടങ്ങിയ കാര്യങ്ങൾ നമ്മുടെ കുട്ടികൾക്കില്ല. പലപ്പോഴും ഡ്രഗ്സ് തുടങ്ങിയ കാര്യങ്ങളിലേക്ക് പോകും. അതുകൊണ്ട് ഇവർക്ക് അങ്ങനെ ഒരു ബേസ് കൊടുക്കണമെന്ന് പറയുന്ന ഒരു ചിന്താഗതി വളർന്നു വരുന്നുണ്ട്. അത് കുട്ടികളെ ഇതിലേക്ക് വലിച്ചിഴക്കാതിരിക്കുന്നതാണ് നല്ലതാണ് എൻ്റെ അഭിപ്രായം. കാരണം ഇപ്പോൾ ദൈവവിശ്വാസിയാക്കിയ കുട്ടികളെ മാറ്റണ്ട, അതേ സമയത്ത് നിരീശ്വരവാദികളായിട്ടും കുട്ടികളെ വളർത്താൻ പാടില്ല. എന്താണ് അതിന്റെ ഇടയ്ക്കുള്ള ഒരു ബാലൻസ് അങ്ങ് പറയുക? ബാലൻസ് എന്ന് പറയുന്നത്, ഈ ഈശ്വര ഭക്തി ഇല്ലെങ്കിൽ തന്നെയും ഇപ്പൊ ഒരു തെറ്റ് നമ്മൾ പലപ്പോഴും അറിഞ്ഞുകൊണ്ട് ചെയ്യും. ഇത് ശരിയല്ല എങ്കിലും ചില സാഹചര്യത്തിൽ, പക്ഷേ ദൈവഭയം ഉണ്ടെങ്കിൽ അത് ശരിയല്ല എന്നുള്ള മനസാക്ഷി കുത്തുവരും. അപ്പൊ അവനെ അത് കറക്റ്റ് ചെയ്യും. ആ രീതിയിൽ ഞാൻ കാണുന്നു. ആ രീതിയിലൊരു ദൈവചിന്ത അവരിൽ ഉണ്ടാകുന്നല്ല, പക്ഷേ ഈ അമിത ഭക്തി ഉണ്ടാകുന്നല്ല. അപ്പൊ അങ്ങയുടെ പല തലമുറകൾ ഇവിടെ ഉണ്ട്, മക്കളുണ്ട്. അപ്പൊ അവസാനമായി പലപ്പോഴും ഈ ദൈവം എല്ലാവരും ഒരിക്കലെങ്കിലും ചിന്തിക്കുന്ന വിഷയമാണ്, നിരീശ്വരവാദികളോരും ചിന്തിക്കുന്ന ഒരു വിഷയമാണ്. ഒരുപക്ഷെ ഒരു മനുഷ്യ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളിലൊന്നാണ്, നമുക്ക് ബൈപ്പാസ് ചെയ്യാൻ കഴിയാത്തൊരു ചോദ്യമാണ്. അപ്പൊ ഈ എന്റെ ദൈവം എന്ന പരിപാടിയിൽ അങ്ങയുടെ ഒരു ദൈവീകമായ കാഴ്ചപ്പാടോ അല്ലെങ്കിൽ ഏത് രീതിയിൽ ദൈവത്തെ വരും തലമുറകൾ പരിചയപ്പെടുത്തേണ്ട ദൈവത്തെക്കുറിച്ചുള്ള അങ്ങയുടെ അനുഭവം, ചിന്ത അവസാനമായി നമ്മുടെ പ്രേക്ഷകരോട് എന്താ അങ്ങേക്ക് പങ്കുവെക്കാനുള്ളത്? ദൈവവിശ്വാസം വേണ്ട എന്ന് ഞാൻ പറയില്ല. ദൈവം എന്ന സങ്കല്പം പലപ്പോഴും നമ്മളെ നേർവഴിക്ക് നയിക്കും എന്നുണ്ടെങ്കിൽ അത്, പക്ഷെ അമിതമായ ദൈവവിശ്വാസം കൊണ്ടു നടക്കുകയും അതേസമയത്ത് ചെയ്യുന്നത് മുഴുവൻ ജനദ്രോഹപരമായ നടപടികളാകുകയും ചെയ്യുന്നതിനോട് എനിക്കൊട്ടും യോജിപ്പില്ല. പലരും അങ്ങനെയുണ്ട്. ഒരുപക്ഷെ നമ്മുടെ നേതാക്കളാരും അത്രയും ഓപ്പണും ഓണസ്റ്റുമായി പറയാറില്ല. പലപ്പോഴും ദൈവത്തെക്കുറിച്ച് വിമർശനാത്മകമായിട്ടോ അല്ലെങ്കിൽ ലെസ് അപ്രീഷിയേറ്റീവ് ആയിട്ടോ പോലും പറയാറില്ല. അത് ദൈവത്തെ ഭയന്നല്ല, പലപ്പോഴും ഈ പൊതുജനങ്ങളെയും വോട്ടുകളെയും ഒക്കെ ഭയന്നാണ്. അത്തരം ഭീതികളില്ലാതെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തോന്നുന്ന ആത്മാർത്ഥമായ അഭിപ്രായങ്ങൾ നമ്മളുമായി പങ്കുവെക്കുകയും ദൈവമല്ല, നന്മയാണ് പ്രധാനം, മനുഷ്യനാണ് പ്രധാനം എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുകയും ചെയ്തു. വളരെയധികം നന്ദി ശ്രീ വക്കം പുരുഷോത്തമൻ. താങ്ക് യു.